ഹലോ ഗൈസ്, കാർത്തികാണ്. എൻ്റെ കൂടെ ഉള്ളത് സുധിച്ചേട്ടനാണ്. അപ്പോൾ ഞാൻ സുധിച്ചേട്ടനും കൂടെ നിങ്ങൾക്കായിട്ട് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, നമുക്ക് 100 രൂപ ചിലവിന് താഴെയായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. എൻ്റെ പേര് വന്നിട്ട് നമ്മൾ ലേസ് എഗ് സ്ക്രാമ്പിൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സംഗതി വേറൊന്നുമില്ല, ലേസ് മുട്ടയും കൂടെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഞാൻ പറയുന്നൊരു സംഭവം വേറൊന്നുമല്ല, നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ മുട്ട, നമ്മുടെ ആവശ്യത്തിന് ഉള്ള മുട്ട. ഇത് ഒരു മുട്ടയിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒനിയൻസ് വേണം, സവാള നമുക്ക് വേണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പുമാണ്. ഈ 2 സംഭവമാണ് നമ്മൾ പൊടി ഐറ്റമിൽ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പം കുരുമുളകും ഉപ്പും മിക്ക വീടുകളിലും കാണുന്ന സംഭവമാണല്ലോ, അപ്പോൾ അതെന്തായാലും വേണം. പിന്നെ പൊട്ടറ്റോ ചിപ്സ്, അതായത് ഇപ്പോൾ ലെയ്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ബിങ്കോ ആയാലും പൊട്ടറ്റോ ബേസ് ചെയ്തിട്ട് വരുന്ന ഏത് സംഭവം വേണം യൂസ് ചെയ്യാം. ഞാനിത് ലെയ്സ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. കാരണം ലെയ്സ് എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയ്സിൻ്റെ തന്നെ ഒരു എന്താ പറയുക വെറൈറ്റി ഓഫ് ടേസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് അമേരിക്കൻ സ്റ്റൈൽ ക്രീം ഒനിയൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലേവറിൻ്റെ കൂടെ ഒരു താല്പര്യം കൊണ്ടിട്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. അപ്പം ഒരു കാര്യം പറയാം, ഇപ്പം ഈ സംഭവം എന്ന് വെച്ചാൽ ലെയ്സിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് ബിങ്കോ ആയാലും എന്ത് സംഭവമാണെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ എന്താ പറയുക ഓപ്ഷണൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സവാള നല്ല രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുക. കാരണം വേറൊന്നുമില്ല, ഇത് നമുക്ക് മുട്ടയ്ക്കകത്തിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അതുപോലെ തന്നെ മുളക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് എടുക്കാം. ഞാനിവിടെ തൊണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവും മണമൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ മാക്സിമം നല്ല മണമുള്ള കാരിമുളകോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏത് മുളകാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാന്താരി മുളകൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ തന്നെ അത് ചെയ്യണം എന്ന് പ്രത്യേകം പറയണം കേട്ടോ. അപ്പം എടുത്ത് പറയേണ്ട സംഭവം ഈ 2 സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് പുറമെ നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിലും ഇതിൽ കട്ട് ചെയ്തിടാം. നമ്മുടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇത് ബേസ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രിവിയൻ ഫുഡിയുടെ ഇൻസ്റ്റ ഹാൻഡിലിൽ. അപ്പോൾ ഇതിൽ വന്നിട്ട് തന്നെ ഏതാണ്ട് നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ഫാമിലിയിൽ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഗതി ക്ലീനാണ്. നിങ്ങൾക്ക് വലിയ റിസ്ക് ഉള്ള പരിപാടിയൊന്നുമില്ല. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള രുചികൾ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് പരീക്ഷിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. വാടാ, ഇനി വാ, കയറി വാ. ഞാൻ എടുക്കണേ. എടാ ഇങ്ങോട്ടാ, ഞാൻ സൂചിച്ചാണ്ടോ ഇങ്ങ വാ. വേണോ?
അപ്പൂസിനെ കണ്ടില്ല. അപ്പൂസ് കബഡിക്ക് പോകും. മുളകോടാ പാപ്പൊക്കെ കാണും. അവിടെ ചാടി ഇറങ്ങാം. അടി പിടിക്കാതെ ഇട്ടോടാ കേട്ടോ. തീ ഇല്ല അതില്. നന്ദു എവനും കൂടെ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ കരുതി. അവ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആക്റ്റീവാണ്. എന്ന് പറഞ്ഞാല് തിന്നെങ്കിലും സഹായിക്കും അല്ലേ? പിന്നെ പിടിച്ചിട്ടുണ്ടോ? വിട്ടോ. ഒരു കുഞ്ഞു ഇല കട്ട് ചെയ്യണം. ചെറിയ ഇല. ഗൈസ്, അപ്പോൾ നമ്മുടെ ലേസ് കൊണ്ടുള്ള ആ ഒരു എഗ് സ്ക്രാമ്പിൾ ഇന്നിവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങിച്ച ലേസിൽ എങ്ങാനും ഇതുപോലൊരു ചിപ്സ് ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നമ്മുടെ ഈ ഒരു മുട്ട ഇങ്ങനെ കോരി ഇങ്ങനെ എടുക്കാം. മനസ്സിലായോ? പിന്നെ അത് ആ ഒരു മുട്ടയും ലേസിൻ്റെ ചിപ്സ് എല്ലാം കൊണ്ട് ഇതിനങ്ങനെ ഞാൻ കഴിക്കാം. അല്ലേ ഗൈസ്, അപ്പോൾ നമ്മുടെ എഗ് സ്ക്രാമ്പിൾ, അതായത് ലേസ് വെച്ചിട്ടുള്ള ആ ഒരു എഗ് സ്ക്രാമ്പിളിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പം കണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ കുക്ക് ചെയ്ത രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ നിങ്ങൾ മുട്ട ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു 10 രൂപ കൊടുത്തൊരു ലേസ് മേടിച്ച് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കഴിച്ചു എന്ന് പറഞ്ഞ് വേറെ ഹെൽത്ത് വൈസുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരത്തില്ല. വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരേക്കും വീണ്ടും കാണാം. അപ്പം എന്തായാലും ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ചാനൽ 1K ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇതിലൂടെ അറിയിക്കുകയാണ്. എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടാവണം കേട്ടോ. സിയ.